രേണുവിന്റെ മോശം ചാറ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് രേണു ചേച്ചിനെ പറയണ്ടല്ലോ, അത് ഓൾറെഡി എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടൊന്നും. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേച്ചി പറഞ്ഞാവുക ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് ഒരു കാണാം എന്നൊക്കെ ഉണ്ടാവുക. അത് നമ്മൾ നോക്കുന്ന തലങ്ങളിലാണ്. ഇപ്പോൾ വായ സിനിമ ഇറങ്ങിയപ്പോൾ വായിൽ അവൻ്റെ ഏട്ടൻ അനിയനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതിയെന്ന്. അപ്പോൾ അത് അവൻ കേൾക്കുന്നത് എങ്ങനെയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതി. പക്ഷെ അവൻ്റെ ഏട്ടൻ എന്താ പറഞ്ഞത്, നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ തന്നെ നിന്നാൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ. രേണു ചേച്ചി പറയണത് നമുക്കൊരു ചായ കുടിക്കാം, മീറ്റ് ചെയ്യാം. നമ്മളെന്ത് നമുക്കൊരു ചായ കുടിച്ചാലോ, ഒന്ന് മീറ്റ് ചെയ്താലോ. നേരെ മറിച്ച് രേണു ചേച്ചി ഉദ്ദേശിച്ചത് കാണാലോ, അതിനെന്താ ഒരു ചായ കുടിക്കാൻ പോയാലോ, അങ്ങനെ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അടുത്തിരിക്കണമെങ്കിലും ഒന്ന് കൂട്ടുകൂടണമെങ്കിലും ഒന്ന് സംസാരിക്കണമെങ്കിലൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ അതിനുള്ള ഒരു മീറ്റപ്പ് അല്ല. ഒരാളെ പൊതുവെ മലയാളികൾക്ക് ഒരു സംശയമുണ്ട്. എനിക്കും ആ സംശയം ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഒരാളെ കൂടെ ഡേറ്റ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് മറ്റു രീതിയിലാണ്, സെക്സ് ആ രീതിയിലാണ്. അതല്ല ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോഫി ഡേറ്റ് ഉണ്ട്, നമുക്ക് ചുമ്മാ കറങ്ങാൻ വേണ്ടി പോവാം, മൂവി ഡേറ്റ് ഉണ്ട്. അപ്പൊ എല്ലാം ഡേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം അതിലേക്കാണ് ആൾക്കാർ പോയിന്റ് ഇട്ട് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ക്യാഷ്വലായിട്ട് കറങ്ങാൻ വേണ്ടി പോകാനായിരിക്കും മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക. പബ്ബിലൊക്കെ പോവാറുണ്ട്. ഈ സമയം മാറ്റി 11 മണി മാറ്റി 3 മണി എന്റെ 11 മണി ആക്കി അല്ലേ, 11 മണി. പണ്ട് 3 മണി വരെ ഒക്കെ ഉണ്ടായിരുന്നു പബ്ബില്. അങ്ങനെ ഒരുപാട് പോയിട്ടില്ല. കൊച്ചി പബ്ബിലൊക്കെ പോയിട്ടുണ്ട്. ടൈം മാറ്റിയത് എനിക്ക് തോന്നുന്നു നല്ല കാര്യമായിരിക്കും. കാരണം ഇപ്പോഴത്തെ പബ്ബിലൊക്കെ പോയിട്ടില്ലല്ലേ, അപ്പൊ ഈ ലഹരി ഉപയോഗം എങ്ങനെയുണ്ടോ സംഭവങ്ങളൊക്കെ? ഞാൻ അങ്ങനെ പൊതുവെ എനിക്കങ്ങനെ ആൽക്കഹോൾ കള്ളു കുടിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് പബ്ബിൽ പോയിട്ട് ആ വൈബ്, അവിടുത്തെ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ പോയി ഡാൻസ് കളിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതേ എനിക്ക് ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് ഈ ലഹരി ഉപയോഗം കുറച്ച് അല്ല, ആ ഒരു പ്രശ്നം വന്നത് കൊണ്ടാണ് ഇനി വരുന്ന തലമുറത്തെ ആൾക്കുട്ടികൾ വൈകി തെറ്റി പോകുന്ന വിചാരിച്ചിട്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ ആ ടൈം മാറ്റിയിട്ട് ഇപ്പോൾ 11 മണി ആക്കിയത്. അപ്പോൾ അത് വളരെ നല്ല കാര്യമല്ലേ. ഇപ്പോൾ അത്രയും ഉപയോഗം കൂടിയിട്ടുണ്ട് ലഹരി ഉപയോഗം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഒരു ദിവസം തന്നെ എത്ര കേസുകളാണ്. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, അതുകൂടാണ്ട് ഒരുപാട് പേര് ഇതിൽ അതും ആ വീഡിയോ പ്രശ്നം വരുന്ന സമയത്ത് അത് കാണുന്ന കുട്ടികൾ, അതായത് ഈ പിടിക്കപ്പെടുന്ന ആൾക്കാർ, ഈ കേസിൽ പിടിക്കപ്പെടുന്ന ആൾക്കാരൊക്കെ വളരെ ചെറിയ ഏജിലുള്ള ആൾക്കാർ, 20, 21, 18 വയസ്സുള്ള പെൺകുട്ടികൾ ഭയങ്കര ഒരു ഇതിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലതാണ് അങ്ങനെ ഒരു നിയമം വന്നത്, വളരെ നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പബ്ബിലൊക്കെ പോകുമ്പോഴും ഇത്തരം ആളുകളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ അനുഭവം ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ പബ്ബിൽ മുമ്പ് ഈ ആണുങ്ങൾ വന്ന് ജസ്റ്റ് ചുമ്മാ മേത്ത് മുട്ട് അല്ലെങ്കിൽ പേര് ചോദിക്കാൻ, നമ്പർ ചോദിക്കാൻ എന്നല്ലാണ്ട് ഇങ്ങനെ ഇത്തരം ലഹരി ഉപയോഗിച്ച് അങ്ങനെയുള്ള ഇതൊന്നും ഇതുവരെ എനിക്ക് ഇവിടുന്ന് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പബ്ബിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പോയത് ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം കൂടി ഒരു വട്ടം പബ്ബിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് ഹിന്ദി ആൾക്കാർ വന്നിട്ട് പേര് ചോദിച്ചു, നമ്പർ ചോദിച്ചു, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക, ഇഷ്ടമാണെങ്കിൽ നമ്പർ കൊടുക്കുക, ഇതാക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. പിന്നെന്താ, അറിയാം. ഞാൻ ഷിയാസ്കിന്റെ നല്ല സുഹൃത്താണ്, എൻ്റെ ആഷിന്റെ നല്ല സുഹൃത്താണ്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റുള്ള സുഹൃത്താണ്. ഒരുപാട് ഇനാഗുറേഷൻ ആണെങ്കിലും പ്രോഗ്രാമിനും ഒരുമിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഷിയാസ്ക വളരെ നല്ലൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ കോൺസെപ്റ്റാണ് പറയുന്നത്. എന്നോട് ഒരു രീതിയിൽ നമുക്കൊരു മോശം ഒരു കാര്യമോ ഇല്ല, നോട്ടം കൊണ്ടോ ഒന്നുകൊണ്ടോ ഇല്ല, പ്രവൃത്തി കൊണ്ടോ ഇല്ല. വളരെ നല്ല ജെന്യുവിൻ ആയിട്ടുള്ള, വളരെ എന്തും തുറന്നടിച്ച് പറയുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഈ വോയിസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഭാഗത്തെ കാര്യം മാത്രമല്ല കേട്ടുള്ളൂ. ഷിയാസ്കയുടെ കാര്യങ്ങളും എന്താണ്, അല്ലെങ്കിൽ ഷിയാസ്കാർക്ക് ആ പെണ്ണയച്ച വോയിസാണ് കേട്ടുള്ളൂ. ഷിയാസ്ക തിരിച്ചയച്ച വോയിസും കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടില്ല. അപ്പോൾ അത് വെച്ച് ഒരാളെ വിലയിരുത്തുമ്പോൾ എല്ലാവരും ഷിയാസ്കനെ കുറ്റപ്പെടുത്തും. കാരണം ആ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഷിയാസ്കയാണ് ഇതിൽ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ. പക്ഷേ എന്താണ് അതിൻ്റെ റിയൽ വെർഷൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഫണ്ട് വാങ്ങിയതിൻ്റെ സ്ക്രീൻഷോട്ട്, ഓഡിയോ ക്ലിപ്പ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ഇതൊക്കെ ഈ പ്രശ്നം ഉണ്ടാവുന്ന സമയത്താണോ കുത്തിപ്പൊക്കേണ്ടത്? ഇപ്പോൾ നമ്മുടെ ഒരാൾ ഫണ്ട് വാങ്ങിച്ചത് തിരിച്ച് ചോദിച്ചപ്പോൾ തിരിച്ച് തരുന്നില്ലെങ്കിൽ അത് ആ സമയത്തിന് പ്രതികരിക്കണം. ഇത് എല്ലാം കഴിഞ്ഞ് ശേഷമാണ് ഓരോരുത്തർ പ്രതികരണവും കാര്യങ്ങളായിട്ട് വരുന്നത്. എനിക്ക് പറയണത് അറിയാം, ഇപ്പോൾ ഈ സിയാഷ് കരീമിൻ്റെ ഈ വിഷയം ഇങ്ങനെ വിഷയം ഇത്രയും ഇങ്ങനെ കൊടുമ്പരി കൊണ്ട് നടക്കുമ്പോൾ, യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും എവിടെയും ഇത് കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് പറയണ ഒരു കാര്യം മാത്രമാണ്, ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താം. നമുക്ക് ഷിയാസ്ഖാൻ്റെ വൈഫിൻ്റെ കാര്യം എടുക്കാം. കാരണം ഇപ്പോൾ ഓൾറെഡി ആ ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്.
ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു പെണ്ണിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഡിപ്രഷൻസ്, അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയും അതിന്. അത് ഭയങ്കര വലിയ സംഭവമാണ്. നമുക്ക് ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കരച്ചിൽ കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ആവും, കുട്ടികളെ നമുക്ക് കൊല്ലാനടക്കം തോന്നും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും ഒരു മാനസിക പ്രശ്നത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുറേ പ്രഷറും ഇങ്ങനത്തെ കുറേ ഈ ഓൺലൈൻ മീഡിയാസും ഈ കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് കുറേ ഇങ്ങനെ സംഭവങ്ങളും ഈ ഹെഡിങ്ങൊക്കെ കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക വിഷമം മനസ്സിലാക്കിയിട്ട് ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പിന്നെ നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നടക്കട്ടെ, അത്രയും.